എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കോൺസ്പിറസി തിയറി ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നല്ലേ? കോൺസ്പിറസി തിയറികൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് ജനാധിപത്യ സംവിധാനങ്ങൾക്ക് തന്നെ വെല്ലുവിളിയാകാറുണ്ട്. പൗരന്മാരെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് കാരണമാകാറുണ്ട്. ധാരാളം ആളുകൾ കുട്ടികളെ വാക്സിനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുന്നുണ്ട്. അശാസ്ത്രീയതയിലേക്കും സോഷ്യൽ എക്സ്ക്ലൂഷനിലേക്കും എക്സ്ട്രീമിസത്തിലേക്കും പോകുന്നതിന് കാരണമാകുന്നു. ഇത് വലിയ തിന്മയാണ്. അതെ, പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ വളരെ പെട്ടെന്ന് കോൺസ്പിറസി തിയറികളിലേക്ക് അലൈൻഡ് കാരണം ആലോചിച്ചിട്ടുണ്ടോ? ഇല്യൂഷറി പാറ്റേൺ പെർസെപ്ഷൻ. നമ്മൾ കാണുന്ന റാൻഡമായിട്ടുള്ള ഡേറ്റയിലോ ഇവന്റുകളിലോ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ടെൻഡൻസി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലെ പിരമിഡിന്റെ കോർഡിനേറ്റും ലൈറ്റിന്റെ സ്പീഡും ഏകദേശം അതിനകത്തെ നമ്പർ സിമിലർ. അപ്പം സംതിങ് ഫിഷി. ഇല്യൂഷറി പാറ്റേൺ പെർസെപ്ഷന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയല്ല. ഇല്യൂമിനാറ്റിയുടെ ചിഹ്നത്തിലെ കണ്ണ്, മൂങ്ങയുടെ തുറച്ചു നോക്കുന്ന കണ്ണ്, പിന്നെ സിനിമയിലുടനീളം സ്റ്റീഫൻ കണ്ണടയ്ക്കാറില്ല എന്നറിയുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ തമ്മിൽ കണക്ട് ചെയ്യും. നമുക്കൊരു ഒരു ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. അടുത്താണ് നറേറ്റീവ് ബയസ്. എല്ലാ കോൺസ്പിറസി തിയറികളും നല്ല അടിപൊളി കഥകളല്ലേ? നമ്മുടെ ലോജിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യകാരണങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. മാത്രമല്ല ഫാക്ട്സിനേക്കാളും കഥ കേട്ടിരിക്കാനും നമുക്ക് പ്രചരിപ്പിക്കാനും കുറച്ചുകൂടി എളുപ്പമാണ്. അടുത്തത് മാഗ്നിറ്റ്യൂഡ് ബയസ്. ഒരു ബിഗ് ഇവന്റിന് ബിഗ് കോസ് ഉണ്ടാവണം. കോവിഡ് പോലെ അത്രയും വലിയൊരു പാൻഡമിക്കിന് ഒരു വവ്വാലാണെന്ന് കേൾക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്പിറസി തിയറികളിലേക്ക് അലയുണ്ടാവും. അടുത്ത കൺഫർമേഷൻ ബയസാണ്. ഇപ്പോൾ പിരമിഡ് ഉണ്ടാക്കിയത് ഏലിയൻസ് ആണെന്ന് പറയുന്നത് എന്തൊരു അടിപൊളി സൈഫൈ സ്റ്റോറിയാണ്. മനുഷ്യൻ തുടക്കകാലത്തിൽ നിർമ്മിച്ച് പരാജയപ്പെട്ട പിരമിഡുകളുടെ ഡേറ്റയും ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ ആണ്. ആ പിരമിഡുകൾ തന്നെ അതെവിടെയും അവൈലബിൾ ആണ്. കാര്യം അത് പരിഗണിച്ച് കഴിഞ്ഞാൽ ഏലിയൻസ് ആണ് ഇത് ബിൽഡ് ചെയ്തെന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ലല്ലോ. ബിലീഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെ മാത്രം എടുത്ത് വളച്ചൊടിച്ച് പ്രസന്റ് ചെയ്യുക. സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. എക്സാക്ട്ലി. മനുഷ്യന്റെ ചിന്താവൈകല്യങ്ങളെ കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് കോൺസ്പിറസി തിയറികൾ.